പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് യൂറോപ്പ് തീർത്ഥാടനം 11-ാം ദിവസം 26/9/2024 വ്യാഴാഴ്ച ഫ്രാൻസിലെ പാരീസിൽ നിന്നും ലൂർദിലേക്കുള്ള യാത്രയാണ്. ഏകദേശം 800 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒരു 10 മണിക്കൂർ നേരത്തെ യാത്രയാണ് ഈ പാരീസിൽ നിന്നും ലൂർദിലേക്ക്. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ താമസിച്ച ആ സ്ഥലത്തോട് വിട പറഞ്ഞ് ഞങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ വനം പോലെയുള്ള വൃക്ഷലതാദികളാണ് റോഡിനിരുവശവും. നമുക്ക് കിലോമീറ്ററുകളോളം ദൂരത്തിലെ നിറയെ മരങ്ങൾ റോഡിനിരുവശവും കാണാം. അതിനപ്പുറത്ത് പല കൃഷികളും നടക്കുന്നതായിട്ടും നമുക്കറിയാൻ സാധിക്കും. വളരെയേറെ വൃക്ഷലതാദികളെ കൊണ്ട് നിറഞ്ഞ ആ റോട്ടിലൂടെ ഏകദേശം അതൊരു 10 വരി റോഡാണ്. 5 വരി ഇങ്ങോട്ടും 5 വരി അങ്ങോട്ടും. ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വാഹനവും ഏകദേശം 100 മൈൽ സ്പീഡിൽ മുന്നോട്ട് കുതിക്കുകയാണ്. വളരെ അപൂർവമായി മാത്രമാണ് ഓരോ കെട്ടിടങ്ങൾ കാണുകയുള്ളൂ. റോഡിനിരുവശവും ഒന്നുകിൽ ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ചായയോ എന്തെങ്കിലും കഴിച്ച് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ബ്രേക്ക് ആവശ്യമുണ്ട് വാഹനത്തിനും ഡ്രൈവർക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ എന്തെങ്കിലും ഒരു ചായ കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അതൊരു വലിയ സൂപ്പർ മാർക്കറ്റുകളാണ് ഓരോ ഈ നമ്മുടെ പെട്രോൾ പമ്പിനോടൊപ്പവും. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, പർച്ചേസിങ് സൗകര്യമുണ്ട്, ചായ കഴിക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് സമയം നമുക്ക് അവിടെ ബ്രേക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ 5 മണിക്കൂറിൽ ഏകദേശം 50 മിനിറ്റ് സമയം അവർക്ക് ഫ്രീ ടൈം വേണം. അങ്ങനെയാണ് അവരുടെ ആ വാഹനം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ബ്രേക്കിനായിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമംഗങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയ സെൻറ്റർ ആയതുകൊണ്ടാണ് അവിടെ അല്പം ബിൽഡിംഗ് കണ്ടത്. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് എന്താ പറയുക ജനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് റോഡിന് ഇരുവശവും റോഡുകൾ തിങ്ങി പോവുകയാണ്. നമുക്ക് ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പുണ്യവാന്മാരുടെ സ്നേഹം ഏറ്റുവാങ്ങിയ രാജ്യമാണ് ഫ്രാൻസ്. നമുക്കേറെ സുപരിചിതയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി ലോകം മുഴുവനും അറിയപ്പെടുന്നൊരു പുണ്യവതിയാണ്. വളരെ കുറഞ്ഞ ആ കാലഘട്ടത്തിൽ ജീവിച്ച് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ നാടാണ്. ചെറിയ കാര്യങ്ങളിൽ വിശുദ്ധി കണ്ടെത്തി എൻ്റെ നല്ല ഈശോയെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ മിഷണറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യയുടെ ഭവനം നാം പോകുന്ന വഴിയിലാണ്. പുണ്യവതിയുടെ അപ്പനും അമ്മയും, അതായത് മാർട്ടിനും സെലിനും ഒരുമിച്ച് വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരുമായി പ്രഖ്യാപിച്ചവരാണ്. അവരുടെ നാടും ഇവിടെയാണ്. അവരുടെ കബറിടവും ഈ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ആ മഠത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ കബറിടവും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ മഠം നമ്മൾ പോകുന്ന വഴിയിലാണ്. പിരമിണിയാൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് തിരുഹൃദയത്തിൻ്റെ പ്രത്യക്ഷം ഉണ്ടായിട്ടുള്ള സ്ഥലം. പിന്നെയും നമ്മൾ മുന്നോട്ട് പോയാൽ ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായ വിശുദ്ധ
ജോൺ മരിയ വിയാനി പുണ്യവാൻ്റെ ജന്മസ്ഥലമാണ്. ആർസ്. ആർസിലൂടെ നമുക്ക് കാണാൻ സാധിക്കില്ല, നമ്മൾ അതിനോട് ചേർന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കേറെ സുപരിചിതനും നമ്മളുടെ ഇഷ്ടവിശുദ്ധനുമായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജന്മസ്ഥലം നർബോൺ, അതും ഫ്രാൻസിലാണ്. അത് നമുക്ക് പോകുന്ന വഴിക്ക് അല്പം തിരിഞ്ഞു പോകണം. അപ്പോൾ നർബോണിൻ്റെ സമീപത്തുകൂടെയാണ് ഞങ്ങളുടെ യാത്ര പോകുന്നത്. അതുപോലെ തന്നെ ടൂൾസിൻ്റെ വിശുദ്ധ മാർട്ടിൻ, വഴിയിലെ ഒരു കുഷ്ഠരോഗിക്ക് തൻ്റെ കോട്ടിൻ്റെ പകുതി കീറിക്കൊടുത്ത 4-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധൻ വിശുദ്ധ ടൂൾസിലെ വിശുദ്ധ മാർട്ടിൻ, അദ്ദേഹവും ഈ നാട്ടുകാരനാണ്. നമുക്കേറെ സുപരിചിതനായ ഒരു വിജ്ഞാനിയായ തോമസ് അക്വിനോസിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആ കത്തീഡ്രൽ പള്ളിയുടെ അടിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ട് ലൂർദിലെത്തി.